ടീം ഇന്ത്യയുടെയും സഞ്ജു സാംസന്റെയും ഭാവിയെക്കുറിച്ച് പ്രവചിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിമർശകരും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് നിരീക്ഷകരും കണ്ണു തുറന്നു കാണുക. T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് ഇന്ത്യ കടന്നാക്രമിച്ചിരിക്കുന്നു, സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയിരിക്കുന്നു, പിടിച്ചെടുത്തിരിക്കുന്നു. അതെ, ടീം ഇന്ത്യ വീണ്ടും T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഇത് ആഹ്ലാദത്തിന്റെ രാത്രി, ആഘോഷത്തിന്റെ രാത്രി. ഇന്ത്യയുടെ ഈ വിജയം ആധികാരികമായിരുന്നു. ന്യൂസിലാൻഡിനെ സമ്പൂർണ്ണമായി ഇല്ലാണ്ടാക്കി കളഞ്ഞ ഒരു ഗംഭീര മത്സരം. കളി തുടങ്ങുന്നതിന് മുൻപ് എന്തെല്ലാം പ്രവചനങ്ങളായിരുന്നു വന്നിരുന്നത്. കരുത്തന്മാരായ ദക്ഷിണാഫ്രിക്കയെ 13 ഓവറിൽ കിണ്ണം കാച്ചി അടികളടിച്ച് നാണം കെടുത്തിയ ന്യൂസിലാൻഡിൽ അവർ അപകടകാരികളാണ് പോലും. അവരെ ഭയപ്പെടുക തന്നെ വേണം. കഴിഞ്ഞ 2 കളികളുടെയും ഭാവി തീരുമാനിച്ച സഞ്ജു സാംസണെതിരെ അവർക്ക് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനുകളുണ്ട്. ഇന്നത്തെ കളി അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിരിക്കും. മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒടുവിൽ എന്തായി? പവനായി, ശവമായി. എന്തൊക്കെ തള്ളുകളായിരുന്നു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഒരേകപക്ഷീയമായ വിജയമായിരുന്നു ഇന്ന് ഇന്ത്യയുടേത്. സത്യത്തിൽ സഞ്ജു സാംസൺ ക്രീസിൽ നിന്നപ്പോൾ സ്കോർ 300-ന് മുകളിൽ പോകും എന്ന് പോലും പ്രതീക്ഷിച്ച ഘട്ടമുണ്ടായിരുന്നു. അമ്മാതിരി അടിയല്ലേ അടിച്ചു കൂട്ടിയത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിൽ ന്യൂസിലാൻഡിനെതിരെ നിരന്തരമായി പരാജയപ്പെട്ട സഞ്ജു സാംസൺ അയാൾ ഒരു ഭൂലോക തോൽവിയാണ്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ അയാൾ ബെഞ്ചിലിരിക്കട്ടെ എന്ന് ന്യൂസിലാൻഡാണ് തീരുമാനിച്ചത്. അയാൾ ഒരു തോൽവിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ന്യൂസിലാൻഡ് ആയിരുന്നു. സഞ്ജുവിന്റെ കരിയർ വരെ ചോദ്യചിഹ്നമാക്കി മാറ്റുവാൻ ഒറ്റ പരമ്പര കൊണ്ട് സാധിച്ചവരാണ് ന്യൂസിലാൻഡുകാർ. അതുകൊണ്ട് തന്നെ മികച്ച ഫോമിലാണെങ്കിലും സഞ്ജു ഇന്ന് ഇവരെ മറികടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പ്രവചിച്ചവർ ഏറെയായിരുന്നു. എന്നാൽ സഞ്ജു പരാജയപ്പെടുമെന്ന് മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ടിരുന്ന സകല ആൾക്കാർക്കും, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനും ഗംഭീരമായ മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ മധുര പ്രതികാരം ആഘോഷമാക്കിയിരിക്കുകയാണ്. അതെ, ഇതിലും വലിയൊരു റിവഞ്ച് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് മാത്രമല്ല, പ്ലെയർ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന പുരസ്കാരം കൂടി സഞ്ജു സാംസനെ തേടിയെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളിയിൽ ടീം ഇന്ത്യക്ക് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് സ്വപ്ന തുല്യമായ തുടക്കമാണ് നൽകിയത്. എന്തൊരു ഗംഭീരമായ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെത്. ഈ കളിയെ വിലയിരുത്തുന്ന ഓരോ ആൾക്കാരും സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ കുറിച്ച് മാത്രമായിരിക്കും എടുത്തെടുത്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ന്യൂസിലാൻഡിനെതിരെ സഞ്ജു ഇന്ന് കളിച്ചത് വെറും ഒരു ഇന്നിങ്സ് മാത്രമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു. വരുവാൻ പോകുന്നത് വലിയ സുനാമികൾ തന്നെയാണ്, അതിനുള്ള കരുത്ത് എൻ്റെ കരങ്ങൾക്കുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കിടിലൻ ഇന്നിങ്സ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സഞ്ജു ബാറ്റിംഗ് ആരംഭിച്ച ആ രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യ ചില പന്തുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തന്റെ ഗെയിം പ്ലാൻ വ്യക്തമാക്കി. ആക്രമിക്കുക, തലങ്ങും വിലങ്ങും ആക്രമിക്കുക, വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. അവിടെ ന്യൂസിലാൻഡ് ബൗളർമാർ ലെങ്ത് മാറ്റി, ഫീൽഡ് മാറ്റി, പ്ലാൻ മാറ്റി, അങ്ങനെ ചറപറ മാറ്റങ്ങൾ വരുത്തി. പക്ഷേ മാറാതിരുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പിറന്നുകൊണ്ടിരുന്ന ബൗണ്ടറികളുടെ പെരുമഴ. കവർ ഡ്രൈവുകൾ, മിഡ് വിക്കറ്റിലേക്ക് പറക്കുന്ന സിക്സറുകൾ, ലോങ് ഓണിലേക്കുള്ള വലിയ ഹിറ്റുകൾ. ഓരോ ഷോട്ടും കാണുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ ആവേശത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 46 പന്തുകൾ നേരിട്ട സഞ്ജു സാംസൺ 89 റൺസ് നേടുമ്പോൾ ആ കൂട്ടത്തിൽ 5 ഫോറുകളും 8 സിക്സറുകളും ഇടം പിടിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് അത് വെറും ഒരു ഹിറ്റിംഗ് മാത്രമായിരുന്നില്ല, അദ്ദേഹം മത്സരത്തിന്റെ ഗതി തന്നെ നിയന്ത്രിച്ചു. ആദ്യ വിക്കറ്റിൽ വലിയൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യക്ക് ശക്തമായ അടിത്തറയൊരുക്കി. ആ അടിത്തറ തന്നെയാണ് പിന്നീട് ഇന്ത്യയുടെ വലിയ സ്കോറിന് കാരണമായി മാറിയത്. പവർ പ്ലേ ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ ടീം ഇന്ത്യ 88 റൺസാണ് വാരിക്കൂട്ടിയത്. അഭിഷേകും സഞ്ജുവും തലങ്ങും വിലങ്ങും നിന്ന് അടിക്കുവാൻ തുടങ്ങിയപ്പോൾ ന്യൂസിലാൻഡ് അവിടെ തന്നെ പരാജയം സമ്മതിച്ച മട്ടായിപ്പോയി. 7-ാം ഓവറിൽ വൈഡ് പോയൊരു ബോളിൽ ബാറ്റ് വെച്ച് അഭിഷേക് കീപ്പർക്ക് ക്യാച്ച് നൽകി പുറത്തേക്ക് പോകുമ്പോൾ ടീം ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ കളികളിൽ താളം കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിച്ച അഭിഷേക് 18 ബോളുകളിൽ നിന്നും 51 റൺസ് കുറിച്ചിട്ടാണ് മടങ്ങിയത്. മാത്രമല്ല അഭിഷേകും സഞ്ജുവും കൂടി 7 ഓവറിൽ 98 റൺസിന്റെ കൂട്ടുകെട്ടുമുണ്ടാക്കി. 10 ഓവർ പിന്നിട്ടപ്പോൾ ടീം ഇന്ത്യ 127 റൺസിലേക്ക് എത്തുന്നു. ആ സമയത്ത് തന്നെ 33 ബോളുകളിൽ നിന്നും സഞ്ജു സാംസൺ 50 റൺസുകൾ തികച്ചിരുന്നു. അഭിഷേകിന് പിന്നാലെ എത്തിയ ഇഷാൻ കിഷൻ നല്ല മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 23 ബോളുകളിൽ നിന്നും 50 റൺസ് ഇഷാനും കണ്ടെത്തി. സഞ്ജു സാംസന്റെ വിക്കറ്റ് നിലം പൊത്തുന്നത് 16-ാം ഓവറിലാണ്. അപ്പോഴേക്കും 46 പന്തുകളിൽ നിന്നും 89 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ഈ സമയത്ത് ടീം സുരക്ഷിതമായൊരു നിലയിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ശ്രദ്ധിച്ച് കളിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഒരു സെഞ്ചുറി അടിച്ചിട്ട് സഞ്ജുവിന് മടങ്ങാമായിരുന്നു. പക്ഷേ അല്പം പോലും സെൽഫിഷ് അല്ലാത്ത ഒരു കളിക്കാരൻ, മാക്സിമം ടീമിന് വേണ്ടി സ്കോർ ചെയ്യുവാൻ അയാൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇടയിൽ വെച്ച് വീണ്ടും കൂറ്റൻ അടികൾക്ക് ശ്രമിച്ച് അയാൾ ക്യാച്ച് കൊടുത്ത് പുറത്തേക്ക് പോകുന്നത്.
സഞ്ജു പുറത്തായതിന്റെ തൊട്ടു പിന്നാലെ ഇഷാൻ കിഷനും പുറത്തേക്ക് പോയി. 24 പന്തുകൾ നേരിട്ട് 54 റൺസുകളാണ് ഇഷാൻ സ്വന്തം പേരിൽ കുറിച്ചത്. തൊട്ടടുത്ത ബോളിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ പൂജ്യനായി പുറത്തേക്ക്. വാസ്തവത്തിൽ ഒരു അനാവശ്യ ഷോട്ടിന് വേണ്ടി ശ്രമിച്ചാണ് അയാൾ പുറത്തേക്ക് പോയത്. തുടർന്ന് കണ്ട കാഴ്ച ഇന്ത്യൻ ടീമിനെ ഞെട്ടിക്കുന്നതായിരുന്നു. പടപടയെന്നു വിക്കറ്റുകൾ നിലം പൊത്തുകയാണ്. 16, 17, 18, 19 ഓവറുകൾ. ഈ 4 ഓവറുകളിൽ കൂടി ന്യൂസിലാൻഡ് കളിയുടെ ആധിപത്യം പിടിച്ചെടുക്കുവാൻ തുടങ്ങുന്നു എന്നുള്ള സൂചനയായിരുന്നു ലഭിച്ചത്. 24 ബോളുകളിൽ വെറും 28 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട 4 വിക്കറ്റുകളും വീണുപോയി. എന്നാൽ അവസാന ഓവർ കളിക്കുവാനെത്തിയ ശിവം ദുബെ മാസ്മരികമായ പ്രകടനം നടത്തിക്കളഞ്ഞു. 24 റൺസുകളാണ് അവസാന ഓവറിൽ മാത്രം അയാൾ അടിച്ചെടുത്തത്. 8 ബോളിൽ 26 റൺസുകളുമായി ശിവം ദുബെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 255 എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഫൈനൽ മാച്ച് കാണുവാൻ വേണ്ടി അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ സകല ക്രിക്കറ്റ് ആരാധകർക്കും ഇന്ന് ആഘോഷിക്കുവാനുള്ള വക നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അവരുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. കളിയുടെ തുടക്കം മുതൽ അവസാന നിമിഷം വരെ യാതൊരു സമ്മർദ്ദങ്ങളുമില്ലാതെ സ്വതന്ത്രമായി ബാറ്റ് വീശിക്കൊണ്ട് ബാറ്റ്സ്മാൻമാർ നിറഞ്ഞാടുന്ന കാഴ്ച. പക്ഷേ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് വിരണ്ടു. പണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ഔട്ടായാൽ പിന്നീട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒരു ഘോഷയാത്ര നടക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ സഞ്ജു സാംസൺ ഔട്ടായി പോയപ്പോഴേക്കും ആ പഴയ കാലം ഓർപ്പിക്കുന്നത് പോലെ ഒരു ഘോഷയാത്ര കണ്ടു. എന്നാൽ ശിവം ദുബെയുടെ വരവോടുകൂടി അതിനും വിരാമം കുറിക്കപ്പെട്ടു. ഈ ടൂർണമെന്റിൽ സഞ്ജു സാംസൺ റെക്കോർഡുകളാണ് തൂക്കിയത്. T20 വേൾഡ് കപ്പ് ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് നേടിയ ബാറ്റർ എന്ന ബഹുമതി സഞ്ജുവിനെ തേടിയാണ് എത്തിയിരിക്കുന്നത്. 321 റൺസാണ് 5 ഇന്നിംഗ്സുകളിൽ നിന്നായി അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഇന്ത്യക്കെതിരെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് തുടക്കത്തിൽ തന്നെ തകർച്ച നേരിട്ടു എന്ന് പറയുന്നതാണ് ശരി. 255 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയവർ അതിന്റെ എല്ലാ സമ്മർദ്ദങ്ങളിലും വീണുപോയി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ കാണുവാൻ കഴിഞ്ഞു. വലിയ ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ സാധാരണയായി ഒരു ടീം ആഗ്രഹിക്കുന്നത് ശക്തമായൊരു തുടക്കമാണ്. പക്ഷേ ഇന്ന് ന്യൂസിലാൻഡിന് അത് ലഭിച്ചില്ല. ഇന്ത്യൻ ബൗളർമാർ ആദ്യ ഓവറുകൾ തന്നെ കൃത്യമായ ലൈനും ലെങ്ത്തും പാലിച്ചു. അതിന്റെ ഫലമായി ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് സ്വതന്ത്രമായി ഷോട്ടുകൾ കളിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ നടത്തിയ സ്പെല്ല് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയെന്ന് പറയാം. കൃത്യമായ യോർക്കറുകളും സ്ലോവർ ബോളുകളും ഉപയോഗിച്ച് അദ്ദേഹം ന്യൂസിലാൻഡിന്റെ മിഡിൽ ഓർഡറിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതേസമയം തന്നെ അക്സർ പട്ടേൽ സ്പിൻ ബൗളിങ്ങിലൂടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റൺസ് കാര്യമായി നിയന്ത്രിക്കുകയും ഇടയ്ക്കിടെ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തതോടുകൂടി ന്യൂസിലാൻഡിന്റെ റൺ റേറ്റ് വളരെ താഴ്ന്നുപോയി. അതിന്റെ സമ്മർദ്ദം അവർക്കൊരു വലിയ ഭാരമായി മാറുകയും ചെയ്തു. ന്യൂസിലാൻഡ് ടീമിന് സൈഫർട്ട് നല്ലൊരു തുടക്കമാണ് നൽകിയതെങ്കിലും അയാൾക്കൊപ്പം ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 23 പന്തുകളിൽ നിന്നും 50 റൺസ് കുറിച്ച സൈഫർട്ട് ഒടുവിൽ നിരാശനായി മടങ്ങുന്ന കാഴ്ച കാണേണ്ടി വന്നു. വലിയ സ്കോറൊക്കെ ചേസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ആക്രമണാത്മകതയും സ്ഥിരതയും അവരുടെ ബാറ്റിംഗിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, കൂറ്റൻ അടികൾ കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ നാണം കെടുത്തി നശിപ്പിച്ചാണ് ന്യൂസിലാൻഡ് ഈ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ ഉരുളക്കുപ്പേരി പോലെ ടീം ഇന്ത്യ ന്യൂസിലാൻഡിന് മറുപടി നൽകി. 96 റൺസിനാണ് ന്യൂസിലാൻഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യ വീണ്ടും വേൾഡ് കപ്പിൽ മുത്തമിട്ടത്. കളി കണ്ടവർക്കറിയാം, ഒരു ഘട്ടത്തിൽ അവർ മത്സരത്തിലേക്ക് തിരിച്ചു കയറുവാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ ബൗളർമാർ വളരെ കർക്കശക്കാരായി മാറുകയും ഓരോ ഓവറിലും കൃത്യമായ പ്ലാനോടെ പന്തെറിയുകയും ചെയ്തതോടെ ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് ലൈനപ്പ് തകർന്നുപോയി. ഇന്നത്തെ കളിയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം. ഇന്ന് ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റ് ഒരു ടീമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വലിയ ടോട്ടൽ പ്രതിരോധിക്കുമ്പോൾ ആവശ്യമായ കൃത്യതയും നിയന്ത്രണവും അവർ കാണിച്ചു. അതുകൊണ്ട് തന്നെ അവസാനം മത്സരം ഇന്ത്യയുടെ പൂർണ്ണ ആധിപത്യമുള്ള ഒരു വിജയമായി മാറി. അതെ, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യ ഇന്ന് സമ്പൂർണ്ണമായി ന്യൂസിലാൻഡിന്റെ മേൽ ആധിപത്യം പുലർത്തി. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ തെളിയിച്ചത് ഒരു കാര്യമാണ്, വലിയ സ്കോർ നേടുന്നത് മാത്രം മതിയായതല്ല, അതേപോലെ തന്നെ ആ വലിയ സ്കോറിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തമായ ഒരു ബൗളിംഗ് യൂണിറ്റും ആവശ്യമാണ്. അതും ടീം ഇന്ത്യക്കുണ്ട്. സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ടീമിന് ഒരു ഘട്ടത്തിൽ പോലും ആശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ക്രീസിൽ കരുത്തനായ ഒരാളുണ്ടായിരുന്നു, ആത്മവിശ്വാസം നിറഞ്ഞൊരുവൻ, ഫ്രീ ആയി കളിക്കുന്ന ഒരുവൻ. ന്യൂസിലാൻഡ് ടീം എഴുതിത്തള്ളിയ, പല ആവർത്തി പരാജയപ്പെടുത്തി വിട്ട ഒരുവൻ. അവന്റെ പേരാണ് സഞ്ജു സാംസൺ. സമ്മർദ്ദമുള്ള വലിയ വേദികളിൽ പല കളിക്കാരും തളർന്നു പോകാറുണ്ട്. പക്ഷേ ഇന്ന് സഞ്ജു കാണിച്ചത് മറ്റൊന്നാണ്, ധൈര്യവും ക്ലാസിക് ഷോട്ടുകളും ചേർന്ന ഒരു ബാറ്റിംഗ്. സഞ്ജു ഇന്ന് കളിച്ചത് ഒരു വെറും ഇന്നിങ്സ് മാത്രമല്ല, അത് ഇന്ത്യയുടെ ഇന്നിങ്സിന്റെ ഹൃദയമിടിപ്പായിരുന്നു. ക്രിക്കറ്റ് ആരാധകർ എല്ലാ കാലഘട്ടത്തിലും ഓർത്തുവെക്കുന്ന ഒരു മിന്നുന്ന പ്രകടനം. അതുകൊണ്ട് തന്നെ ഈ ആധികാരികമായ വിജയത്തിൽ, ഈ വേൾഡ് കപ്പിൽ ടീം ഇന്ത്യ മുത്തമിടുമ്പോൾ ഓരോ മലയാളികൾക്കും ആഹ്ലാദിക്കാം. നമ്മിൽ ഒരുവനാണ് അതിന് പ്രധാന അമരക്കാരനായി മാറിയത്, സഞ്ജു സാംസൺ.
ഈ മത്സരത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ട 3 വ്യക്തികളുടെ പേരുകളുണ്ട്. ഒന്ന് സഞ്ജു സാംസൺ 89 റൺസുമായി തലയെടുപ്പോടുകൂടി മുൻപിൽ നിൽക്കുന്നു. 2ാം സ്ഥാനത്ത് 54 റൺസുമായിട്ട് മിന്നുന്ന പ്രകടനം നടത്തിയ ഇഷാൻ കിഷൻ. അടുത്തതായി ജസ്പ്രീത് ബുംറയാണ്. വെറും 15 റൺസുകൾ മാത്രം 4 ഓവറിൽ വഴങ്ങി 4 പ്രധാനപ്പെട്ട വിക്കറ്റുകളായിരുന്നു ബുംറ ഇന്ന് പിഴുതെടുത്തത്. അതെ, അയാളുടെ ബൗളിംഗ് പ്രകടനമായിരുന്നു ന്യൂസിലാൻഡ് ബാറ്റർമാരുടെ അടിത്തറ ഇന്ന് ഇളക്കിക്കളഞ്ഞത്. ചുരുക്കത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ടീം ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു. ഈ ടീം ക്വാർട്ടർ ഫൈനൽ കടക്കില്ല. ഈ ടീം ഒരിക്കലും സെമി ഫൈനൽ കാണില്ല. ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രവചനങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ടീം ഇന്ത്യ T20 വേൾഡ് കപ്പ് വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച ഇന്ത്യൻ ടീമിന്റെ എല്ലാ മുന്നണി പോരാളികൾക്കും ഒപ്പം പിൻപിൽ നിന്ന് കരുക്കൾ നീക്കിയ സകല ആൾക്കാർക്കും ഹൃദയത്തിൽ തൊട്ട് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.